കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. നിലവിലെ ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് മേയർ സ്ഥാനാർത്ഥിയാകും. മുൻ ഡെപ്യൂട്ടി കളക്ടർ അനിത കുമാരി മാത്തോട്ടം വാർഡിൽ മത്സരിക്കും. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, മുസാഫിർ അഹമ്മദ് തന്നെയായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ളത് നേരത്തെ തന്നെ കേട്ടിരുന്നതാണ്. അതിൽ മാറ്റമുണ്ടാവുന്നില്ല. ആരൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ട്? വിവരങ്ങൾ എങ്ങനെയാണ് സമീർ? രാജ്യത്ത് 76 വാർഡുകളിലേക്കുള്ള 73 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ നിലവിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള CP മുസാഫിർ അഹമ്മദ് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി. അദ്ദേഹം മത്സരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാർ, നിലവിലുള്ള കൗൺസിലർമാർ ഉൾപ്പെടുന്ന വലിയ ഒരു സംഘത്തെ, ഒരു യുവനിര കൂടി ഉൾപ്പെട്ടുള്ള ഒരു സംഘത്തെ തന്നെയാണ് LDF കളത്തിലിറക്കുന്നത്. 4 പതിറ്റാണ്ടായിട്ട് LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. സ്വാഭാവികമായും അത് നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. നല്ല കരുത്തുറ്റ ഒരു നിരയെ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 3 ഇടങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സംവിധായകൻ VM വിനു, അദ്ദേഹം മത്സരിക്കുന്നത് കല്ലായിലാണ്. അതുപോലെ തന്നെ മുഖത്താറ്, അതുപോലെ കാരപ്പറമ്പ്, ഈ 3 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാത്തത്. മറ്റ് 73 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന അനിത കുമാരി കൂടി ഇടതുപക്ഷത്തിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. ഇങ്ങനെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളോട് തന്നെ നല്ല രീതിയിൽ, അതായത് 57 സീറ്റുകളിൽ CPIM ആണ് മത്സരിക്കുന്നത്. 5 ഇടങ്ങളിൽ CPIM, അതുപോലെ പിന്നെ RJD, NCP, INL, അങ്ങനെ ഓരോ ഘടകകക്ഷികൾക്കും അവരുടെ കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥാനാർത്ഥികളിൽ ഇപ്പോൾ നടക്കാവിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം കോൺഗ്രസിന്റെ വെള്ളയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ്. ആ വ്യക്തി കൂടി ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പുതുമുഖങ്ങളും അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ളവരുമായിട്ടുള്ള ഒരു നിരയെ തന്നെയാണ് LDF കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഈ 73 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ഏറെ അവഗണന നേരിട്ടു. ആ ഒരു പശ്ചാത്തലത്തിലാണ് താൻ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായത് എന്നാണ് നടക്കാവ് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ വെള്ളയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിരുന്ന വിൽഫ്രഡ് രാജ് വ്യക്തമാക്കിയത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇടത് ക്യാമ്പ് ഉള്ളത്. ശ്രീജിത്ത്, ശരി. കോഴിക്കോട് കോർപ്പറേഷനിൽ 57 സീറ്റുകളിലേക്കാണ് CPI മത്സരിക്കുന്നത്. 5 ഇടത്ത് CPI മത്സരിക്കും. നിലവിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള CP മുസാഫിർ അഹമ്മദാണ് മേയർ സ്ഥാനാർത്ഥി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.